കോട ഗൈസ് കോട ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ത്രില്ലിലായിരുന്നു. കോട ഇങ്ങനെ നമ്മളെ തട്ടി തട്ടി പോകുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഇന്ന്. കോട കാരണം അങ്ങോട്ട് ഇപ്പോൾ കണ്ണു പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ എത്തിയിരിക്കുക കേട്ടോ. ഇന്നലെ രാത്രി എടുത്ത പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് നടക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ. പ്ലാൻ ചെയ്ത് നടത്തിയ കാര്യങ്ങളൊക്കെ മൂഞ്ചി പോകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമ്മുടെ സീതാർകുണ്ടിൻ്റെ എൻട്രി എത്തിയപ്പോൾ കണ്ണു പോലും കാണാണ്ടായിരുന്നില്ല ഗൈസ്. അവിടുത്തെ എൻട്രി ബോർഡൊന്നും എനിക്ക് കാണാണ്ടായിരുന്നില്ല. പിന്നെ ഇറങ്ങി വരുമ്പോൾ കോടയൊക്കെ പോയി അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തത് കേട്ടോ. എൻട്രിയുടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കോടുള്ളൊരു ടൈമായിരുന്നു. പിന്നെ എന്താ കണ്ടിട്ടും ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. ഈ കോടുള്ള സമയം കോടെന്ന് കേട്ടിട്ട് മാത്രമുള്ളൊരു ആളാണ് ഞാൻ. പക്ഷെ ഇന്നത് കാണാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ അവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ കണ്ടു. വ്യൂ പോയിൻറ്റും കാണാൻ പറ്റുന്നില്ല കോട കാരണം കൊണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇറങ്ങി വരുമ്പോൾ ആനയെ കാണുന്നു എന്ന് ഏട്ടൻ നന്നായി പേടിപ്പിച്ചിരുന്നു. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ആനയെ കണ്ടു. അപ്പോൾ സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നതല്ല, പേടിച്ചിട്ട് എങ്ങനെ വീഡിയോ എടുക്കുക. അതുകൊണ്ട് ആനയെ കണ്ട വീഡിയോ ഇല്ല, പക്ഷേ ആനേനെ ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഈ ബോർഡൊക്കെ കണ്ടത്. അങ്ങനെ നെല്ലിയാമ്പതി അടിപൊളി കാഴ്ചകൾ കണ്ടു. പിന്നെ അതുപോലെ തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി കേട്ടോ. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.